ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ 5ാമത്തെ സമ്മാനമാണല്ലോ കാണുന്നത്. 5ാമത്തെ സമ്മാനം കിടക്കുന്നത് വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. നമുക്ക് വായിച്ചു കേൾക്കാം. വിജയം വരിക്കുന്നവനെ വെള്ള വസ്ത്രം ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. എന്റെ പിതാവിന്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവന്റെ നാമം ഞാൻ ഏറ്റുപറയും. ഒരിക്കൽ കൂടി നമുക്ക് സമ്മാന പാക്കേജിലെ ഒരെണ്ണം കേൾക്കാം. വിജയം വരിക്കുന്നവനെ വെള്ള വസ്ത്രം ധരിപ്പിക്കും. മറ്റു സമ്മാനങ്ങൾ നമുക്ക് ആ പാക്കേജിലുള്ള മറ്റു സമ്മാനങ്ങൾ നമുക്ക് തന്നെ അറിയാവുന്നതാണ്. ഒരിക്കലും അവന്റെ നാമം ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല എന്നുള്ളത്. വിജയം വരിക്കുന്നവനെ വെള്ള വസ്ത്രം ധരിപ്പിക്കും. നമ്മൾ ഇത് വെള്ള വസ്ത്രം ധരിപ്പിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഇതാണ്: നിത്യജീവൻ, അതായത് വിജയം വരിച്ച് സ്വർഗത്തിലേക്ക് കയറുന്ന നമ്മൾ ധരിക്കേണ്ട വസ്ത്രം വെള്ള വസ്ത്രമാണ്, വിശുദ്ധിയുടെ വെള്ള വസ്ത്രം. അപ്പൊ സ്വർഗത്തിലെ വസ്ത്രം വെള്ള വസ്ത്രമാണെന്നാണല്ലോ അതിന്റെ അർത്ഥം. അങ്ങനെ സ്വർഗത്തിലെ വസ്ത്രം വെള്ള വസ്ത്രമാണെന്നതിന് തെളിവുകളുണ്ടോ? ഇതാണ് നമ്മൾ നോക്കുന്നത്. വെളിപാടിന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം. അത് 4-ാം അധ്യായം എന്ന് പറയുന്നത് സ്വർഗം ആണ്. സ്വർഗം എങ്ങനെ ഇരിക്കുന്നു എന്ന് വരച്ച് കാണിക്കുന്നതാണ്. അത് യോഹന്നാൻ ശ്ലീഹായെ കൃത്യം കാണിച്ചു കൊടുക്കുകയാണ്, സ്വർഗം എങ്ങനെ ഇരിക്കുന്നു എന്ന്. അത് അതുപടി യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്: സിംഹാസനസ്ഥൻ, അതായത് പിതാവ് ആയ ദൈവത്തിന് മുൻപിൽ ഒരു പളുങ്ക് കടൽ. 4-ാം അധ്യായം 6-ാം വാക്യം നിങ്ങൾ നോക്കുക. സ്വർഗത്തിൽ ഒരു പളുങ്ക് കടൽ. കടൽ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന, നമ്മുടെ മനസ്സിൽ വരുന്ന നിറം എന്ന് പറയുന്നത് നീല, ഒരു കറുപ്പ് പോലെ നീല കളറിലാണ് അല്ലെ? എല്ലാവരും വരയ്ക്കുന്നത് നീലയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്ന പളുങ്ക്. പളുങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ പല്ല് പളുങ്ക് പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വെള്ള, നല്ല വെള്ള, അതാണ് പറയുന്നത്. അപ്പം യോഹന്നാൻ ശ്ലീഹ കാണുന്ന കടൽ എന്ന് പറയുന്നത് വെള്ള നിറത്തിലൊരു കടലാണ്. അതെന്തായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. വെളിപാടിന്റെ തന്നെ 15-ാം അധ്യായം 2-ാം വാക്യം അതിലിങ്ങനെ പറയുകയാണ്: പളുങ്ക് കടൽ എന്നത് ദൈവത്തിന്റെ വീണ പിടിച്ചുകൊണ്ട് വിജയിച്ചവർ നിൽക്കുകയാണ്. അപ്പോൾ വിജയം വരിച്ചവര് നമ്മൾ ഈ എഴുതപ്പെട്ട വിശുദ്ധര് മാത്രമല്ല, ഒരു പളുങ്ക് കടലോളം ജനം തൂവെള്ള വസ്ത്രമിട്ട് ദൈവസന്നിധിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് തോന്നുന്നു ഇതൊരു വെള്ള കടലാണല്ലോ എന്ന്. അപ്പൊ നമ്മുടെ ഈ കടലിൽ നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ മക്കളോ ഒക്കെ ബന്ധുക്കളോ അറിയാവുന്നവരോ അറിയത്തില്ലാത്തവരോ ഒക്കെ ഉണ്ട്. ഈ പേര് വിളിക്കപ്പെട്ടവർ മാത്രമല്ല വിശുദ്ധര്. ഇനി 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ വെളിപാട് തന്നെയാണ്. വെള്ളച്ചാട്ടത്തിന് ഇരമ്പിൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്നൊരു സ്വരം, വീണക്കാർ വീണമീട്ടുന്നത് പോലെ ഒരു സ്വരം. 15-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നു പളുങ്ക് കടലിൽ എല്ലാവരും വീണ പിടിച്ചാണ് നിൽക്കുന്നതെന്ന്. 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ് സ്വർഗത്തിൽ നിന്നൊരു സ്വരം, വീണക്കാർ വീണുമീട്ടുന്നത് പോലെ ഒരു സ്വരം. ചെറിയ സ്വരമൊന്നുമല്ല, വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പിൽ പോലെ വലിയ ഇടിനാദം പോലെ. അതായത് പളുങ്ക് കടലോളം മനുഷ്യരാണ് നിൽക്കുന്നത് വിജയം വരിച്ച്. ഇനി 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം: ഇതാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത വിധം വലിയ ജനക്കൂട്ടം, അവർ വെള്ള അങ്കിയാണ് അണിഞ്ഞിരിക്കുന്നത്, കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പ് നിൽക്കുകയാണ്. കേട്ടോ, അവരെല്ലാവരും വെള്ള അങ്കിയാണ് അണിഞ്ഞിരിക്കുന്നത്. 7:13 ചോദിക്കുകയാണ്, അവിടുത്തെ മുഖ്യൻ ചോദിക്കുകയാണ്, വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവരെവിടെ നിന്ന് വരുന്നു? 14-ാം വാക്യം പറയുകയാണ്, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വരുന്നവർ. അപ്പൊ സ്വർഗീയ പ്രവേശനത്തിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിക്കുന്നവര്, വെള്ളയണിഞ്ഞ് നിൽക്കുന്നവരെ കണ്ടിട്ട് ഇവരൊക്കെ ആരാ, എവിടുന്ന് വരുന്നു ഈ വെള്ളയങ്കി അണിഞ്ഞവർ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇതാണ്: ഇവര് ലോകത്തിൽ വലിയ ഞെരുക്കം അനുഭവിച്ചവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞെരുക്കം അനുഭവിച്ച് നമ്മൾ ലോകത്തിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ വേദനിക്കേണ്ട. അത് ഈ സ്വർഗീയ പ്രവേശനത്തിലേക്കുള്ള നമ്മുടെ വഴിയാണ്, ഈ ഞെരുക്കത്തിന്റെ വഴികൾ. ഇനി 6:11 ഇതെല്ലാം വെളിപാടാണ് കേട്ടോ. വിജയം വരിച്ചവർക്ക് ധവള വസ്ത്രം നൽകപ്പെടും. അപ്പൊ എല്ലാ വിജയം വരിക്കുന്നവർക്കും ധവള വസ്ത്രം എന്ന് പറഞ്ഞാൽ വെള്ള വസ്ത്രം. ഇനി പുതിയ നിയമത്തിലേക്ക് നമുക്ക് നോക്കാം. താബോറിൽ ഈശോയുടെ രൂപാന്തരീകരണ സമയത്ത് വസ്ത്രം തൂമഞ്ഞു പോലെ കാണപ്പെട്ടു. ഈ ലോകത്തിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ പറ്റാത്ത അത്രയും നല്ല വെള്ള വസ്ത്രമായിരുന്നു. ഈ ലൂക്ക 24:4 യേശുവിന്റെ കല്ലറയിൽ തിളങ്ങുന്ന വെള്ള വസ്ത്രത്തോടു കൂടിയ 2 മാലാഖമാര്. അപ്പൊ ഇതെല്ലാം നമ്മളെ ഉറപ്പിക്കുന്നത് എന്താണ്?
സ്വർഗത്തിലെ വസ്ത്രം വെള്ള വസ്ത്രമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ മരിച്ചവരെ എല്ലാം വെള്ള വസ്ത്രം അണിയിച്ച് ഈ മാലാഖമാർ ഈ പളുങ്ക് കടലിലേക്ക് ചേരട്ടെ എന്ന് നമ്മളെ മരിച്ചവർക്ക് നമ്മൾ കൊടുക്കുന്ന ആശംസയാണ് നമ്മൾ ഇവരെ എല്ലാം വെള്ള വസ്ത്രം അണിയിച്ച് വിടുന്നത്. കാലില് വെള്ള സോക്സ്, കയ്യില് വെള്ള സോക്സ്, അതൊക്കെ അണിയിപ്പിച്ച് വിടുന്നത് എന്താണ്? ഈ മാലാഖമാരുടെ പളുങ്ക് കടലിൽ ഈ വെള്ളക്കടലിലേക്ക് ചേരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അതിലൊരു കുറവുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെള്ള വസ്ത്രം അണിയിച്ച് മരിച്ചവരെ വിടുന്നത്. അതൊക്കെ സഭ നമുക്ക് നൽകുന്ന പ്രതീകങ്ങളാണ് ഇതൊക്കെ. ഈ ഭൂമിയിലെ അടയാളങ്ങൾ മാമോദീസായിൽ നമുക്ക് വെള്ള വസ്ത്രം തരുന്നു. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ആദി പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടി സ്വർഗീയ പ്രവേശനം. മാമോദീസായിൽ നമുക്കൊരു വെള്ള വസ്ത്രം. ആദ്യ കുർബാനയിൽ നമുക്ക് വെള്ള വസ്ത്രം ധരിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. വിവാഹത്തിൽ വെള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. ഇപ്പോൾ മറിച്ച് ആൺകുട്ടികൾ കറുത്ത കോട്ടൊക്കെ, അത് ഇവിടുന്ന് വിദേശത്തു നിന്നൊക്കെ വന്നായിരിക്കും. പക്ഷെ നമുക്ക് വിവാഹത്തിന്റെ വസ്ത്രം എന്ന് പറയുന്നത് വെള്ള വസ്ത്രമാണ്. പിന്നെ മരണാവസരത്തിൽ നമ്മൾ വെള്ള വസ്ത്രം അണിയിക്കുന്നു. ഇനി നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം ഇതാണ്. ഒരു പെൺകുട്ടി വിവാഹശേഷം അധികം വൈകാതെയൊക്കെ ഒരു പെൺകുട്ടി മരിക്കുകയാണെങ്കിൽ അവൾക്ക് അവളുടെ വിവാഹ മന്ത്രകോടി കൊടുത്തു വിടുന്നത് കാണാം. അതെന്താണെന്ന് അറിയാം. അതിന്റെ ഉദ്ദേശം ഇതാണ്. ഈ മന്ത്രകോടി എന്ന് പറയുന്നത് ഈ വലിയ ലക്ഷങ്ങളുടെ കല്ല് വെച്ച കടും കളറുള്ള ഡ്രസ്സല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മന്ത്രകോടി എന്ന് പറയുന്നത് അവർ വെള്ള വസ്ത്രം, രണ്ടുപേരും രണ്ട് വെള്ള വസ്ത്രം ഉടുത്ത് ആണും പെണ്ണും വരുന്നു. ഇനി അവരെ ഒരു ശുദ്ധതയുടെ വസ്ത്രം കൊണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് പുതപ്പിക്കുകയാണ്. അതാണ് മന്ത്രകോടി എന്നത്. ഇനി അവരുടെ വിശുദ്ധി അവർ കാത്തു സൂക്ഷിക്കേണ്ടത് രണ്ടുപേരും ഒരുമിച്ചാണ്. ഇനി അതിൽ നിന്ന് ഒരാൾ മരിച്ചു പോകുമ്പോൾ അടുത്ത് ജീവിച്ചിരിക്കുന്നയാളെ ഇതിൽ നിന്ന് വിടുവിക്കും. അയാൾക്ക് വീണ്ടും വിവാഹം കഴിക്കുവാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഈ ശുദ്ധതയുടെ വസ്ത്രം അത് പോകുന്നയാൾക്ക് കൊടുത്തു വിടുന്നത്. ഇതൊക്കെ സഭ നമുക്ക് വേണ്ടി കുദാശകളിലൂടെ നൽകുന്ന അടയാളങ്ങളാണ്. അപ്പൊ ഈ വെള്ള വസ്ത്രം നമ്മുടെ 5ാമത്തെ സമ്മാനമാണ്. ഈ സമ്മാനം, ഈ വെള്ള വസ്ത്രം ധരിക്കട്ടെ, ഈ വെള്ളക്കടലിൽ, ഈ പളുങ്ക് കടലിൽ നമ്മളെല്ലാവരും എത്തിച്ചേരട്ടെ എന്ന ആശംസയാണ് വെള്ള വസ്ത്രത്തിൽ നമുക്ക് കിട്ടുന്നത്. അടുത്ത സമ്മാനം അടുത്ത ദിവസം.